ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടൊരു ഫേസ് പാക്ക് വീഡിയോ തന്നെയാണ്. അപ്പോൾ കൈക്ക് ചെറിയ ഫ്രാക്ചറൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ചെറിയ ഒരു ഉളുക്കി പോയതാണ് കേട്ടോ കൈ. അപ്പോൾ 2 കെട്ടായി. അപ്പോൾ ഈ ഒരു കെട്ടിൽ മാറുമെന്ന് പറഞ്ഞാൽ ചെറുതൊന്നാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ലോങ് വീഡിയോ ഇടാത്തത്. അപ്പം ഇന്ന് വന്നിട്ട് ഒരു ഫേസ് പാക്ക് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഹെയറിൻ്റെത് അങ്ങനെ തല നനയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് ഇടാത്തത്. അപ്പം ഇന്ന് വന്നിട്ട് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് വിഷുവൊക്കെ പെരുന്നാളൊക്കെ ആയില്ലേ, അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ നമ്മളെ ഫേസിലെ ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നത്. അപ്പോൾ റീസെൻ്റ്ലി നവ്യ നായരൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായമുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പം കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ചെയ്ത് നോക്കുക. കാരണം വിഷു പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊന്ന് തിളങ്ങാനും നല്ലതാണ്. അപ്പോൾ എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ നോക്കാം, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ. അപ്പോൾ 2 സ്പൂണ് കടലമാവാണ് ഞാൻ എടുക്കുന്നത്. അപ്പം വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഓൾറെഡി ഇട്ടതിന് ശേഷം കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ 2 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കോഫി പൗഡറാണ് എടുക്കുന്നത്. കോഫി പൗഡർ എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക, അതാണ് കൂടുതൽ റിസൾട്ട് തരിക. അപ്പം ഞാൻ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുക്കുന്നത്, ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ഇതാ 1 സ്പൂണ് കോഫി പൗഡർ. പിന്നെ അടുത്തതായിട്ട് 1 സ്പൂണ് ഹണിയും കൂടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു സ്പൂൺ അളവ് ഹണി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇതാ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതേമാതിരി 2 സ്പൂണ് കേടും കൂടി 2 സ്പൂൺ നമ്മൾ തൈരും കൂടിയാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തൈര് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്. നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുക്കുന്നത്. കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയോ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ പാക്കറ്റ് വാങ്ങുമല്ലോ, അത് യൂസ് ചെയ്യരുത്. കാരണം അതിനകത്ത് പല കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതാണല്ലോ. അപ്പോൾ അതങ്ങനെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അലർജിയോ കാര്യങ്ങളോ എന്തും സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അതുതന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, മുളക് പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പുകച്ചിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഇങ്ങനെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കസ്തൂരി മഞ്ഞൾ, അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞൾപ്പൊടി തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് വാങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഫേസ് ചെറുതായിട്ടൊന്ന് കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പുകച്ചിലൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പാക്കിലേക്ക് ഇടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ 1 സ്പൂണ് കസ്തൂരി മഞ്ഞളും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 സ്പൂണ് തൈരാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ആ മിക്സ് നല്ലോണം ഇളക്കി കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നമ്മളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ് ആദ്യം നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫേസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അധികം സംസാരിക്കാതിരിക്കുക, അത് വലിയും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കാതൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു 10-20 മിനിറ്റോളം നമ്മൾ ഫേസിൽ ഒന്ന് ഡ്രൈ ആയി വെച്ചാൽ മതി. അത് കൂടുതൽ വെക്കണമെന്നൊന്നുമില്ല. പിന്നെ
നല്ല രീതിക്ക് നമ്മുടെ ഫേസിലും കയ്യിലും കൈമുട്ടിൻ്റെ അവിടെയുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറാൻ എളുപ്പത്തിൽ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ നെക്കിലെ ഡാർക്ക് കളറൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആവും. അപ്പം നെക്കിലും കൈമുട്ടിൻ്റെ അവിടെയും അണ്ടർ ആംസിൻ്റെ അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡാർക്ക്നെസ് റിമൂവ് ആകാൻ പറ്റിയ നല്ലൊരു പാക്ക് തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 10-20 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചാൽ മതി. അധികം വെക്കണം എന്നൊന്നുമില്ല, കുറച്ച് നേരം വെച്ചാൽ മതി. എന്നിട്ട് വാഷ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇത് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം വാഷ് ചെയ്ത് ഡ്രസ്സിലൊക്കെ ആയപ്പോൾ പഴയ ഡ്രസ്സ് യൂസ് ചെയ്യാൻ നോക്കുക. നല്ല റിസൾട്ടാണ്, നല്ല ചേഞ്ച് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കയ്യിലാണെങ്കിലും നെക്കിലാണെങ്കിലും ഒക്കെ. അപ്പം നല്ലൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെയാണ്. പിന്നെ അതേപോലെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ മറക്കാതെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ അലോവേരേൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് മോയ്സ്ചറൈസിങ് ഉള്ളത് അത് യൂസ് ചെയ്യുക. അപ്പം ഇപ്പം ഞാനൊരു ഈവനിങ് ടൈം ആയ സമയത്താണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തത്. അപ്പം സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, പിന്നെ പുറത്തേക്ക് പോകുന്നുമില്ല. അപ്പം ഞാനൊരു മോയ്സ്ചറൈസർ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക, മറക്കരുത്. നമ്മൾ എന്ത് ഫേസ് പാക്ക് ചെയ്താലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.